أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ജംഇന്റെ 11ാമത്തെ ക്ലാസ് വഖീല ബിൽ വഖഫി അത് മുഷ്തറക്കാന്ന് പറഞ്ഞുകൂടാ, വഖഫാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ അയിലായുദ്റാമൽ ഹഖീഖത്ത് മിന്നുമ, ഇത് രണ്ടിൽ നിന്ന് ഏതിലാണ് ഇപ്പൊ ഹഖീഖത്ത് എന്നുള്ള അറിയൂല. എല്ലാത്തിലേക്കും മടങ്ങുകയാണോ അവസാനത്തിലേക്ക് മടങ്ങുകയാണോ? ഇത് രണ്ടിനിടയിൽ മുസ്തറക്ക് എന്നല്ലേ പറഞ്ഞു. ഈ രണ്ടെണ്ണത്തിൽ ഏതിലാണ് ഇപ്പൊ ഹഖീഖത്ത് ഉള്ളത് എന്ന് പറയാൻ കഴിയൂല. തവഖുഫാണ് എന്നാ പറയുന്നത്. വയതബയ്യനു അൽ അഖീറൈനി, അവസാനം പറഞ്ഞ രണ്ട് അഭിപ്രായത്തിന്റെ മേൽ ഉദ്ദേശം വെളിവാവും. ഇഷ്തിറാക്കാണ് വഖഫ് എന്ന് പറഞ്ഞല്ല, ഇങ്ങനെ രണ്ടഭിപ്രായം. ഇതാണ് രണ്ടവസാനം പറഞ്ഞ അഭിപ്രായം. ഇതിന്റെ മേലിൽ ഉദ്ദേശം മനസ്സിലാകും, ഖരീനത്ത് കൊണ്ടേ മനസ്സിലാകുള്ളൂ, ഇസ്തിസ്ന കൊണ്ടല്ല. വഹൈസു വുജിദത്ത്, ഖരീനത്തുണ്ടെങ്കിൽ ഇന്ദവൽ ഖിലാഫു, ഇവിടെ അഭിപ്രായ വ്യത്യാസം തന്നെ അല്ല. ഖരീനത്ത് ഉണ്ടെങ്കിൽ വിഷയമല്ല, ഇല്ലെങ്കിൽ പിന്നെ ഖിലാഫൊക്കെ ഉണ്ട് എന്നർത്ഥം. ഖരീനത്തിന്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് തെളിവായിട്ട് ഖുർആൻ തന്നെ പറയാം. കമാബി ഖൗലി തആല, അള്ളാന്റെ ഖുർആനിൽ ഖരീനത്ത് ഉള്ളതായി പറഞ്ഞിട്ടുണ്ട്. വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖറ എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇല്ലാമൻ താബ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് എന്നാ. അതിലൊക്കെ ഖരീനത്തുണ്ട്. ആ ഖരീനത്ത് വന്നപ്പോ പിന്നെ അതിന് ശേഷം വന്ന് ഇല്ലാമൻ താബ. ഇല്ലാമൻ താബ എന്നതിൽ ഇസ്തിസ്ന മുസ്തസ്നയൊക്കെ ഫഇന്നഹു ആയിദുൻ ഇലാ ജമീഇ മാ തഖദ്ദമഹു, ഇതിന്റെ മുമ്പ് പറഞ്ഞ ഏതെല്ലാം കാര്യങ്ങളിലുണ്ടോ അതിലേക്കൊക്കെ പോകുന്നതാണ്. ഇസ്തിസ്ന അതിലേക്കൊക്കെ ബാധകമാണ്. എങ്കിൽ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഖാല സുഹൈലി എന്നവർ പറയുന്നു ബിലാ ഖിലാഫിൻ, ഇവിടെ അഭിപ്രായം എന്നുള്ള ഖരീനത്തുണ്ട്. അപ്പൊ ഇസ്തിസ്ന എല്ലായിടത്തും മടങ്ങിപ്പോകുന്നതാണ്. അങ്ങനെ ഖിലാഫ് ഇവിടെ ഇല്ല. അപ്പോ മടങ്ങിപ്പോകുമെന്നതിൽ തർക്കൊന്നുമില്ല എന്നാ പറയണത്. ഖൗലുഹു തആല, ഇനി അല്ലാഹു തആലന്റെ വാക്ക് ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു എന്ന് പറയുന്ന ഈ ആയത്ത് അല്ലാഹു തആല അവസാനിപ്പിക്കുന്നത് ഇല്ലല്ലദീന താബു എന്നാ. ഇവിടെ ഇല്ലല്ലദീന താബു എന്ന് പറയുന്നിടത്ത് ഇസ്തിസ്ന ഇന്നഹു അത് ആയിദൻ മടങ്ങുന്നതാണ്. ഇലൽ ജമീ, അതെല്ലത്തുക്കുള്ളതാണ്. ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു എന്ന് പറഞ്ഞിട്ടുള്ള വാക്കി ആയത്തിന്റെ വാക്കി ഓതുമ്പോ ഇല്ലല്ലദീന താബു എത്തുമ്പോ അവിടുത്തെ ഇല്ലല്ലദീന പറഞ്ഞിടത്തൊക്കെ ബാധകമാണ് എന്നുള്ളതാണ്. ഖാലബിന് സംആനി ഇജ്മാഅൻ, ഇവിടെ സംആനി പറയുന്നതൊക്കെ അവിടേക്കുള്ളത് ഇജ്മാ ആണ്, തർക്കല്ല. ഖൗലിഹി തആല, അല്ലാഹുവിന്റെ വാക്കിലുള്ള ഖരീനത്ത് പോലെ വമൻ ഖതല മുഅ്മിനൻ ഖത്വഅൻ ഇലാ ഖൗലിഹി ഇല്ലാ അൻ യസദ്ദഖൂ എന്ന്. ഇവിടെ ഇല്ലാ അൻ യസദ്ദഖ് എന്ന് പറയുന്നത് ആ ഇസ്തിസ്ന ഇന്നഹു ആയിദുൻ ഇലൽ അഖീറതി, അവസാനം പറഞ്ഞിട്ടുണ്ട്, അവിടേക്കാണ് മടങ്ങുക, എല്ലാത്തുക്കും ഇല്ല. ഏതാണ് അവസാനം? ദിയത്ത് കൊടുക്കണം എന്നുള്ളതാണ്. ദൂരൽ കഫാറത്തി, കഫാറത്തിനെ കുറിച്ചുള്ളടത്തേക്കല്ല, ദിയത്തിലേക്കാണ് മടങ്ങുന്നത്. ഇല്ലാ യസദ്ദഖു എന്ന് പറയുന്ന ഇസ്തിസ്ന ഖത്അൻ, ആ കാര്യത്തിലും തർക്കല്ല, ഉറപ്പാണ് എന്ന. അപ്പോ അമ്മാ ഖൗലുഹു തആല, പടച്ചതമ്പുരാന്റെ ഖൗല് വല്ലദീന യർമൂനൽ മുഹ്സനാതി സുമ്മ ലം യഅ്തു ബി അർബഅതി ശുഹദാ എന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ലാഹു തആല എവിടേക്ക് എത്തിച്ചു ആ വാക്ക്? ഇല്ലല്ലദീന താബൂന. ഈ ഇല്ലല്ലദീന താബു വരെ പറഞ്ഞ ഈ ആയത്ത് ഫഇന്നഹു ആയിദുൻ ഇലൽ അഖീറതി, ഈ ഇല്ലല്ലദീന താബു എന്ന് പറയുന്ന ഇസ്തിസ്ന പോകുന്നത് അവസാനത്തേതിലേക്കാണ്. ആ അവസാനത്തിലേക്ക് അത് മടങ്ങുന്നുണ്ട്. ഇലൽ അവൽ, ആദ്യത്തിലേക്ക് അത് മടങ്ങൂല. ആദ്യത്തിലേക്ക് ഇലൽ അവൽ, ആദ്യത്തിലേക്ക് മടങ്ങാത്ത സ്ഥിതിയിൽ അവസാനത്തേതിലേക്കാണ് ഇല്ലല്ലദീന താബു എന്ന് പറയുന്ന
ആ ഇസ്തസ്ന പോകുന്നത്. ആദ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിൽ ജിൽദ് ജിൽദ് അടിക്കണല്ലോ, കത്തുകൻ. അത് അവസാനം പറഞ്ഞത് അവിടുക്കാണ്, അതാണ് ജൽദ്. ആ ജൽദിലേക്കാണ്, അല്ലാതെ ആദ്യത്തിലേക്കല്ല. അന്നഹു, കാരണം ഒരു മനുഷ്യനെ ശിക്ഷിക്കേണ്ട, കുറ്റം പറഞ്ഞ ശിക്ഷിക്കണല്ലോ, അതിന്റെ ഹക്ക് ഒരു മനുഷ്യന്റെ ഇടപാടാണത്. ഫലാ യസ്കുതു ബി തോബത്തി, തോബ ചെയ്താൽ അത് പോവുകയില്ലല്ലോ. അപ്പൊ ആ മനുഷ്യൻ തന്നെ ഇടപാടാകുമ്പോൾ ആ ഇടപാട് വീടൽ തോബ കൊണ്ടല്ല. ഒഫി ഔദിഹില സാനിയ, ഇനി രണ്ടാമത്തേതിലേക്ക് ഇല്ലല്ലതിനെ താവുന്നുള്ളത് മടങ്ങുമോ എന്ന കാര്യത്തിൽ, അതായത് രണ്ടാമത്തേത് അദ്മു കബൂലി ഷഹാദ, അദ്മു കബൂലി ഷഹാദ എന്നുള്ളതാണ് രണ്ടാമത്തേത്. അതിലേക്ക് ഇസ്തസ്ന മടങ്ങോ ഇല്ലേ എന്നതിലുണ്ട് അൽ ഖിലാഫോ, അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇന്ധന നാം, അപ്പോ നമ്മുടെ മതപ്രകാരം ഷാഫിയാക്കളുടെ അടുക്കൽ നാം എന്നതാണ് മറുപടി, അതായത് രണ്ടാമത്തേലേക്ക് മടങ്ങും. വഇന്ദ അബി ഹനീഫ, മറ്റൊരു മദ്ഹബിന്റെ പണ്ഡിതനായ ഇമാം അബു ഹനീഫ തങ്ങളുടെ അടുക്കൽ ലാ, മടങ്ങൂല എന്നുള്ളതാണ്. കഴിഞ്ഞു. ഇനി പറയണം അങ്ങനെയല്ല. ഇസ്തിസ്നാഉ അൽ വാരിദു ബഅദ മുഫറദാത്തിൻ, മുഫറദായ കുറെ ഇസ്മുകൾ അതിന് ശേഷം വാരിദായി വന്ന ഇസ്തിസ്നയാകുന്നത്. അതിന്റെ ഉദാഹരണം തസദ്ദഖ് അലൽ ഫുഖറാഇ വൽ മസാകീനി വബിനിസ് സബീലി വഅബ്നാഇസ് സബീലി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇല്ലൽ ഫസഖത മിൻഹും, ഇവിടെ ഇല്ലയുണ്ട്. ഈ ഇല്ല കൊണ്ട് ചെയ്ത ഇസ്തിസ്ന ഓരോ മുഫ്രദും കഴിഞ്ഞ ശേഷം വന്നതാ. ഫുഖറാ, മസാകീന്, അബ്നാ സബീൽ, ഇങ്ങനെ മുഫ്രദായ ഇസ്മിന് ശേഷം വന്നതാണ് ഇസ്തിസ്ന. അപ്പോൾ അത് എവിടേക്കാണ്? ഔല ബിൽ കുല്ലി, അത് എല്ലാത്തിലേക്കും ബാധകമാണ് എന്ന് പറയുമ്പോൾ ബി ഔദിഹി ലിൽ കുല്ലി മിനൽ വാരിദി ബഅദ ജുമൽ, ജുംലകൾക്ക് ശേഷം വന്ന എല്ലാത്തിലേക്കും ഈ ഇസ്തിസ്ന മടങ്ങുക എന്നുള്ളത് കൊണ്ട് ബന്ധമായതാണ്. കാരണം ലിഅദ്മിസ്തിഖ്ലാലിൽ മുഫറദാത്തി, മുഫ്രദായ സംഗതി ഇസ്മ് ഒറ്റയ്ക്ക് നിൽക്കലില്ല, തനിച്ചു നിൽക്കലില്ലാത്തത് കൊണ്ട് ജുംലകൾക്ക് ശേഷം വന്നതായ എല്ലാത്തിലേക്കും മടങ്ങുന്നതാണ് ഇസ്തിസ്ന എന്നതാണ്. അമ്മൽ ഖിറാനു ബൈനൽ ജുംലത്തൈനി ലഫ്ളൻ, ലഫ്ള് എന്ന നിലക്ക് തന്നെ രണ്ട് ജുംലകൾക്കിടയിൽ അന്വരിച്ചു വന്നത്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ബിഅൻ തഅത്തിഫ ഇഹ്ദാഹുമാ, രണ്ടിൽ ഒന്നിനെ നീ അത്തഫ് ചെയ്യുക, അലൽ ഉഖറ, മറ്റൊന്നിലേക്ക്. രണ്ട് ജുംലയുണ്ട്, ആ രണ്ട് ജുംലകൾക്ക് ഇടയിൽ ഖിറാൻ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരു ജുംലയെ മറ്റൊരു ജുംലയിലേക്ക് അത്തഫ് ചെയ്യുക. ഇങ്ങനെ വന്നാൽ വലാ യഖ്തദി തസ്വിയത ബൈനഹുമാ ഫീ ഗൈരിൽ മദ്കൂരി ഹുക്മൻ, പറയപ്പെട്ടതിൽ ഹുക്മാൻ എന്ന നിലപാടിൽ രണ്ട് ജുംലകൾക്ക് ഇടയിൽ തസ്വിയത്ത് തേടുമോ ഇല്ല. ഹുക്മൻ എന്ന് പറഞ്ഞാൽ ഐ ഫീമാലം യുദ്കർ മിനൽ ഹുക്മിൽ മഅലൂമി ലിഅഹദിഹിമാ മിൻ ഖാരിജിൻ, ഖാരിജിൽ നിന്ന്, പുറത്തു നിന്ന് രണ്ടിൽ ഒരു ജുംലക്ക് അറിയപ്പെട്ടതായ ഒരു വിധിയുണ്ട്. ആ വിധിയിൽ നിന്ന് പറയപ്പെടാത്തതിൽ രണ്ടിന്റെയും ഇടയിൽ തസ്വിയത്ത് ഉണ്ടാവുക എന്നുള്ളതില്ല. പറയപ്പെട്ടതിലാണ് ഈ കുഴപ്പമില്ല ഉണ്ടാവുന്ന. ഇവിടെ അഭിപ്രായമുണ്ട് ഖിലാഫല്ലി അബി യൂസുഫ് മിനൽ ഹനഫിയ, ഹനഫി മതകാരനായ അബു യൂസുഫ് എന്നിവർക്ക് ഇത് എതിരാണ്. മൂപ്പര് പറയാൻ തസ്വിയത്ത് ഉണ്ടെന്നാണ്. വൽ മുസ്നി, മുസ്നിക്കും അഭിപ്രായമുണ്ട്. മിന്ന, നമ്മുടെ മദ്ഹബുകാരനായ മുസ്നി ഇമാമിനും ഹനഫി മദ്ഹബിലുള്ള അബു യൂസുഫ് എന്നിവർക്കും എതിരാണ് ഈ അഭിപ്രായം. ഫീ ഖൗലിഹിമ, അവ രണ്ടുപേരുടെ വാക്കിൽ യഖ്ദൽ തസ്വിയത ബിദാലിക എന്നുള്ളതാണ്. ഈ പറയപ്പെടാത്തതിൽ രണ്ടിന്റെയും ഇടയിലുള്ള തസ്വിയത്ത് ഉണ്ടെന്നുള്ളതാണ് ഈ രണ്ട് ഇമാമിങ്ങൾക്കുമുള്ള അഭിപ്രായം. ഇനി ഉദാഹരണം പറയട്ടെ. മിസാലുഹു ഹദീസു അബി ദാവൂദ്
അബൂദാവൂദ് തങ്ങളുടെ ഹദീസാണ് ഇതിന് ഉദാഹരണമായി പറയുന്നത്. എന്താണ് ഹദീസ്? ലാ യബൂലന്ന അഹദുകും ബിൽ മാഇ ദായിമി വലാ യഗ്തസിൽ ഫീഹി മിനൽ ജനാബതി എന്നാണ്. എന്താ പറഞ്ഞത്? നിങ്ങളിൽ നിന്ന് ഒരാളും നിശ്ചയം വെള്ളത്തിൽ മൂത്രമൊഴിക്കരുത്, അതുപോലെ ആ വെള്ളത്തിൽ പോയിട്ട് ജനാബത്ത് വലിയ ശുദ്ധിയും കുളിക്കരുത് എന്നാണ്. ഫൽ ബൗലു ഫീഹി, ആ വെള്ളത്തിൽ പോയി മൂത്രമൊഴിച്ചാൽ യുനജ്ജിസു, വെള്ളത്തെ അതെന്താക്കും? നജസാക്കും. ബി ഷറത്തിഹി കമാഹുവ മഅലൂമുൻ, മുമ്പ് അറിയപ്പെട്ടതുപോലെ ഫിഖില് നിബന്ധനയുണ്ട്. 2 കൊല്ലത്തായുള്ള വെള്ളം അതാണെങ്കിൽ നജസാകും. അല്ലെങ്കിൽ 2 കൊല്ലത്തുള്ള വെള്ളമാണ്, അതിന്റെ രുചിയ വാസന പകർച്ചയായാലും നജസാകും. അതാണ് പറഞ്ഞത്. വദാലിക, ഇങ്ങനെ മൂത്രം നിങ്ങൾ വെള്ളത്തിൽ ഒഴിക്കരുത്, മൂത്തിരിക്കരുത് പറയുന്നത് നജസാക്കുമെന്നല്ലേ? ഈ ഒരു ഹിക്മത്ത് തന്നെ, ഇതന്നെയാണ് നെഹിക്കുള്ള ഹിക്മത്ത്. മൂത്രം ഒഴിക്കരുത് എന്ന നെഹിയുണ്ട് അവിടെ. ആ നെഹിക്കുള്ള ഹിക്മത്തായിട്ട് വന്നത് നജസാക്കുക എന്ന പരിപാടിയാണ്. ഇവിടെ മൂത്രം ഒഴിക്കരുത് വലായ അത്തസിൽ എന്നും പറഞ്ഞു. ഇവിടെ അത്തഫെയ്ത് പറഞ്ഞല്ലോ 2 ജുംലനെ. അപ്പൊ കാല അബൂ യൂസഫ് എന്നവര് പറയുന്നു, ഫഹാക്കദൽ ഇഗ്തിസാലു ഫീഹി, ആ വെള്ളത്തിൽ കുളിക്കുന്ന സംഗതിയും ഇങ്ങനെ തന്നെ. ലിൽ ഖിറാനി ബൈനഹുമാ, രണ്ടിന്റെയും ഇടയിൽ അന്വരിച്ചല്ലോ. മൂത്രമൊഴിക്കരുത്, കുളിക്കരുത് എന്ന് പറഞ്ഞു രണ്ടിന് അന്വരിച്ചല്ലോ. വാഫഖു അസ്ഹാബഹു, അബൂ യൂസുഫ് തങ്ങളുടെ ശിഷ്യന്മാരൊക്കെ അദ്ദേഹത്തിനോട് യോജിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഫിൽ ഹുക്മി, വിധിയിൽ. അങ്ങനെ വിധിയിൽ യോജിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ലിദലീനി ഗൈരിൽ ഖിറാൻ, ഖിറാൻ അല്ലാത്ത ലക്ഷ്യമുള്ളത് കൊണ്ട്. ഖിറാനല്ല ഇവിടെ, അല്ലാത്ത ലക്ഷ്യം ഇവിടെയുണ്ട്. വഖാലഫുൽ മുസ്നി ഫീഹി, ഈ വിഷയത്തിൽ മുസ്നി ഇമാം തങ്ങൾ അബൂ യൂസുഫ് എന്നവരുടെ എതിരായി. അതെന്തുകൊണ്ട്? ലിമാ തറജ്ജഹ അൽ ഖിറാനി, ഖിറാനിയുടെ മേലിൽ മുസ്നി ഇമാം എന്താക്കിയിട്ടുണ്ട്? റാജിഹാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എതിരായി. ഫി, എന്ത് വിഷയത്തിൽ? ഫി അന്നൽ മാഅൽ മുസ്തഅമല ഫിൽ ഹദീസി, ഹദീസിൽ ഉപയോഗിക്കപ്പെട്ടതായ വെള്ളം ലാഹിറുൻ, അതിലാർക്കും സംശയമില്ല, അത് വെളിവായകാര്യമാണ്. എന്ത്? അത് മുസ്തഅമലാണ്. ഹദീസിൽ മുസ്തഅമലായ വെള്ളം ത്വാഹിറുൻ, ലാഹിറ ത്വാഹിറുൻ, അത് ശുദ്ധിയുള്ള വെള്ളമാണ്. ലാ നജസുൻ, നജസല്ല. വയഗ്ബി ബി ഹിക്മത്തിൻ നഹി, അപ്പൊ നഹിക്കുള്ള ആ ഹിക്മത്ത് മതിയല്ലോ. ദഹാബു തഹൂരിയത്തെ, ആ വെള്ളത്തിന്റെ തഹൂരിയത്ത് പോവുക എന്നുള്ളത് എന്നാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ. ഇൻഷാ അല്ലാഹ് ഈ വോയിസ് ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഇനി അടുത്ത് നമുക്ക് തുടരാം. ഇതിലുള്ള എല്ലാ ന്യൂനതകളും തെറ്റുകളും മഹാന്മാരുടെ ബർക്കത്തുകൊണ്ട് അല്ലാഹു തആല പുറത്തു തന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കുവാനുള്ള സൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ നല്ല വിഷയമായി മനസ്സിലാക്കിയെടുക്കുവാനും അല്ലാഹു അത് നടത്തുവാനും തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള ജമ്മു ഗ്രൂപ്പിലെ പണ്ഡിതരെ, സുഹൃത്തുക്കളെ, 12ാമത്തെ ക്ലാസ്സാണ് ജമ്മിൻ്റേത് ആരംഭിക്കാൻ പോകുന്നത്. ആമിനെ തഖ്സീസാക്കുന്ന വിഷയമാണല്ലോ നമ്മൾ പറയുന്നതിൽ ഒന്ന് കഴിഞ്ഞു. അസാനി മിനൽ മുഖസ്സിസാത്തിൽ മുത്തസിലത്തി, മുത്തസിലായ തഖ്സീസാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് രണ്ടാമത്തേത് അശ്ശർതു, ഷർത്ത് എന്ന് പറയുന്ന ഒന്നാണ്. ഷർത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തിനൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കണമല്ലോ. ഒരു 5 കാര്യങ്ങളിലൂടെയായി 5 ഭാഷയിലൂടെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഭാഷ അല്ല,
5 ഇനങ്ങളിലൂടെയായിട്ട് ഷർത്ത് എന്ന് പറയാൻ പറ്റുമെന്ന. യുദ്ലഖു ഷർത്ത്, ഷർത്ത് എന്നത് പറയപ്പെടാൻ പറ്റും അലാമായ തവഖഫു അലൈഹി ഷൈ, ഒരു വസ്തു അതിന്റെ മേൽ നിൽക്കും, ആ നിൽക്കുന്നതിന്റെ മേൽ ഷർത്ത് എന്ന് പറയാം. ഒരു വസ്തു അതിന്റെ മേൽ നിൽക്കുമ്പോ അത് വേണം, അപ്പൊ ആ വസ്തുവിന്റെ മേലിൽ പറയാൻ പറ്റുന്ന ഒന്നാണ് ഷർത്ത്. അലാമ വല്ലിക അലൈഹിൽ ഹുക്മു തവഖഫ അലൈഹി അംല, അതിന്റെ മേൽ നിൽക്കലുണ്ടാവലോ ഇല്ല എന്നല്ല അല്ല വിഷയം, അതിന്റെ മേൽ എന്ത് ചെയ്തു, ഹുക്മിനൊരു വിധിയെ ബന്ധിപ്പിക്കപ്പെട്ടു, അതിന്റെ മേലും പറയാം ഷർത്ത് എന്ന്. വക്കില്ലാഹുമ, ഈ പറഞ്ഞ ഈ 2 വിധത്തിലുള്ള ഷർത്ത് ഷറഇന്റെ ഭാഷയിൽ ഉർഫിൽ അത് വ്യാപകമാണ്. ഇനി മൂന്നാമത്തേത് വശറത്തു ഫിൽ ഉർഫിൽ ആം, പൊതുവെയുള്ള ഉർഫില് പറയപ്പെടുന്ന ഷർത്ത് മായതവഖഫു അലൈഹി വുജൂദു ഷൈ, ഒരു വസ്തു ഉണ്ടാവൽ അതിന്റെ മേലിൽ നിൽക്കും, അതുണ്ടായാൽ ആ വസ്തു ഉണ്ടാവും എന്നർത്ഥം. അങ്ങനത്തെ ഒന്ന് പറയപ്പെടാൻ പറ്റുന്നതാണ് ഷർത്ത്. ഒബിസ്തിലാഹിൽ മുതക്കല്ലിമീന, തർക്കശാസ്ത്ര പണ്ഡിതന്മാരുടെ ഭാഷ സാങ്കേതികാർത്ഥത്തിൽ ഷർത്ത് എന്ന് പറഞ്ഞാൽ മായതവഖഫു അലൈഹി ഷൈഉ, അതിന്റെ മേൽ ആ വസ്തു നിൽക്കും, അതുണ്ടാകുമ്പോഴേ അവസ്ഥ ഉണ്ടാവും, അപ്പോ അതിന്റെ മേലിലൂടെ തവഖുഫായി ഒരു വസ്തു, അങ്ങനത്തെ ഒന്നിനെ കൊണ്ടാണ് മുതക്കല്ലിമിയുടെ ഇസ്തിലാഹിൽ ഷർത്ത് എന്ന് പറയാം. വലാ യകൂനു ദാഖിലൻ ഫി ഷൈഇ, ആ വസ്തുവിൽ ഇത് കടന്നിട്ടില്ല. വലാ മുഅസ്സിറൻ ഫി, അതിലെന്താ ഫലം വരുത്തുകയുമില്ല. ആ നിലപാടിലൂടെ അതിന്റെ മേലിൽ വസ്തു എന്താവുക, നിൽക്കാൻ പറ്റും. 5ാമത് നഹവികളുടെ ഇസ്തിലാഹിലാണ്, അത് മാ ദഖല അലൈഹി ഷൈഉം മിനൽ അദവാത്തി അൽ മഖ്സൂസത്തി ദാലത്തി അലാ സബബിയ്യത്തിൽ അവ്വൽ വ മുസബ്ബബിയ്യത്തിൽ സാനി ദിഹിനൻ ഔ ഖാരിജൻ സവാഅൻ കാന ഇല്ലത്തൻ ലിൽ ജസാഇ ഔ മഅലൂലൻ എന്ന് പറഞ്ഞാല്, നഹവീങ്ങളുടെ സാങ്കേതികാർത്ഥത്തിൽ ഷർത്ത് എന്ന് പറഞ്ഞാല് സബബിന്റെ മേൽ ഒന്നാമത്തേത് സബബാണ് എന്നതിന്റെ മേലും 2ാമത്തേത് മുസബ്ബത്താണ് എന്നും മുസബ്ബബിയ്യത്താണ് എന്നും മേൽ അറിയിക്കുന്ന പ്രത്യേക പദങ്ങൾ അദവാത്തുകൾ, അതിന്റെ മേൽ അതിനാൽ നിൽക്കുന്ന ഒന്ന്, അതിന്റെ മേൽ കടന്നു വരുന്ന ഒന്ന്, അത് ബുദ്ധിപരമായിട്ട് വരാം, പുറത്തുള്ളതായ ബുദ്ധി അല്ലാതെ ഖാരിജിലും കാണാൻ കഴിയും. അത് ഷർത്ത് ജസാഇന് ഇല്ലത്തായിട്ട് വരാം. ഉദാഹരണമായിട്ട് പറയാം, മിസ്ലു ഇൻകാനത്തി ശംസു ത്വാലിയത്തൻ ഫന്നാറു മൗജൂദുന്ന, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പകൽ ഇവിടെ മൗജൂദാണ്, ഉണ്ട്. പകൽ മൗജൂദാണ് എന്നത് ജവാബാണ്, അതിന് ഇല്ലത്തായി വന്ന ഷർത്താണ് ഇത് ഇൻകാനത്തി ശംസു ത്വാലിയത്തൻ എന്നുള്ളത്. ആ മഅലൂലൻ, അല്ലെങ്കിൽ ജസാഇന് ഇല്ലത്തായിട്ടല്ല മഅലൂലായിട്ട് വരാം. മിസ്ലു ഇൻകാന നഹാറു മൗജൂദം വശംസു താലിയാത്തുൻ എന്ന, പകലിവിടെ ഉണ്ട് എങ്കിൽ സൂര്യൻ ഉദിച്ചിട്ടുണ്ട് എന്ന. വശംസു താലിയത്തൻ എന്നതിന്റെ ജവാബ് അതിന് മഅലൂലായി വന്ന ഒന്നാണ് ഫന്ന, എന്താണ് ഇൻകാന നഹാറു മൗജൂദൻ എന്ന് പറയും. ഇങ്ങനെയൊക്കെ വരാം. ഇനി ഒന്നിരിക്കൽ അമ്മൽ ലുഗവിയോ, ലുഗവിയിൽ വരുന്നത് ലുഗവിയായിട്ട് വരാലോ, അത് ഫമസലു ഖൗലിന അൻതി താലിഖും ഇൻ ദഖലത്തി ദാറ, പെണ്ണെ നീ വീട്ടിൽ പ്രവേശിച്ചാൽ നീ തലാഖുടയവളാണ് എന്ന് നമ്മൾ പറയും പോലെ അത് ലുഗവിയാണ്. വഇന്ന ശർത്ത ലുഗവി, ലുഗവിയായ ഷർത്ത് സാറസ്തിമാലുഹു, ആ ലുഗവിയായ ഷർത്തിനെ ഉപയോഗിക്കൽ ഫി സബബിയ്യത്തി ഗാലിബൻ, സാധാരണയിൽ കൂടുതലും എന്താണ് സബബിയ്യത്തിലാണ് ലുഗവിയായിരിക്കുന്ന ഷർത്തിനെ ഉപയോഗിക്കുന്നത്. അപ്പോ യുഖാലു പറയപ്പെടാം ഇൻദഖലത്തി ദാറ, നീ വീട്ടിൽ പ്രവേശിച്ചാൽ അൻതി താലിഖൻ എന്ന് പറയുന്നു, ആ വീട്ടിൽ പ്രവേശിക്കുക. വൽ മുറാദു അന്ന ദുഖൂല സബബുൽ ലിത്തലാഖി, വീട്ടിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് തലാഖ് സംഭവിക്കാനുള്ള കാരണം. ഇങ്ങനെയൊക്കെ ഷർത്തിനെ വിശദീകരിക്കാം. ഇതൊക്കെ ഷർത്താ. ആവട്ടെ, നമുക്ക് ജമ്മിലേക്ക് തന്നെ വരാം. എന്താ ജമ്മിൽ ഷർത്ത്? അപ്പൊ 2ാമത്തെ തഖ്സീസാക്കുന്ന ഷർത്താകുന്നു
ബി മഅന സിയഗത്തിഹി എന്ന ഷറത്തിന് തഫ്സീർ കൊടുത്തത്. മഅന സിയഗത്തി ഷർത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ സീഗയുടെ അർത്ഥം. അപ്പൊ ഷർത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ സീഗ. എന്താ അങ്ങനെ വരാൻ കാരണം എന്ന് ചോദിച്ചാൽ അന്നകൽ മൗസൂബത്തു ബിൽ ഇത്തിസാലി ചേർന്ന് വരണം എന്നാണല്ലോ ഷർത്ത്. കുറെ കഴിഞ്ഞിട്ട് ചേർന്ന് വരണം. ഈ ഇത്തിസാലാവുക ചേർന്ന് വരിക എന്നുള്ളൊരു വിശേഷണം ലഭിക്കുന്നത് ഇന്ദിന സിയാക്കാണ്. വൽ കലാമു ബിൽ മുഖസ്സിൽ മുത്തസിലെ മുത്തസിലായ മുഖസ്സിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒഹുവ ആ സംസാരം മിൻ അവാരിദിൽ അൽഫാദി ലഫ്ളുകൾക്ക് പുതുതായി വരുന്നതിൽ പെട്ടതല്ലേ. അപ്പൊ അതുകൊണ്ട് സീഗ തന്നെ കൊടുക്കണം. വൽ മുറാദ് ബി സീഗത്തി ഹുന ഷറത്തിന്റെ ബാബിൽ സീഗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ജുംലത്തുൽ ഊല മിൻ ജുംലത്തൈ ഷറത്തി വൽ ജസാഇ ലൽ അദാത്തു. ഷറത്തും ജവാബും വരുമ്പോ രണ്ട് ജുംലയാ. അതിൽ ആദ്യത്തെ ജുംലയാണ് സീഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൽ അദാത്തു ഷറത്തിന്റെ അദാത്തുകളെല്ലാം. ഇത്ലാഖു ഷർത്തി അല സീഗത്തി സീഗയുടെ മേൽ ഷർത്തി എന്ന് പറയുന്നത് ലുഗത്തുൻ അത് ഭാഷയാണ്. കാരണം ലി അന്നഹു ഷർത്ത് അലാമത്തുൻ അലാ വഖൂൽ ജസാഇ ജവാബ് സംഭവിക്കലിന്റെ മേൽ അറിയിക്കുന്നതാണ്, അടയാളമാണ് ഷർത്ത്. അതുകൊണ്ട് സീഗയുടെ മേൽ ഷർത്ത് എന്ന് പറയുന്നത് ഭാഷയാണ്. വ ഇല്ല സീഗയുടെ മേലിൽ ഷർത്തി എന്ന് പറയുന്നത് ഭാഷയല്ല എങ്കിൽ ഫശ്ശർത്തു ലുഗത്തൻ ഭാഷാപരമായിട്ട് ഷർത്തി എന്നുള്ളത് മുഹഖിഖുൽ ദാലിക അത് ആ ജവാബിനെ ഉറപ്പിച്ചു തരുന്നതാണ് എന്നാണ്. നാം എങ്കിലും തസ്മിയത്തുഹ ഷർത്താൻ ഇവിടെ ഈ ജുംലക്ക് എന്ത് പേര് വെച്ചു, സിയക്ക് എന്ത് പേര് വെച്ചു, ഷർത്ത് എന്ന് പേര് വെച്ചത് ഇസ്തിലാഹിയ്യത്തുൻ അത് സാങ്കേതികാടിസ്ഥാനത്തിലാണ് എന്ന് വിശദീകരിച്ചു. ആവട്ടെ സീഗ എന്ന അർത്ഥത്തിന് വരുന്ന ഈ ഷർത്ത് വഹുവ അത് അഷർത്തു നഫ്സു ഇവിടെ സീഗയല്ല, ഷർത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ നഫ്സാണ്. ആ ഷർത്തിന്റെ നഫ്സ് വലാഹിറുഹു ഈ ഇബാറത്ത് എന്ന് മനസ്സിലാകുന്നത് അന്നൽ മുറാദാബി ഷർത്തി നഫ്സ് ഷർത്ത് എന്നതുകൊണ്ട് അഥവാ അതിന്റെ നഫ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മദ്ലൂലു സീഗത്തി സീഗയുടെ മദ്ലൂലാണ്, അർത്ഥമാണ്. വഹുവ ആ മദ്ലൂൽ എന്താണ്? അത്തഅലീഖു ബിമാ ദുഖിറ പറയപ്പെട്ട ഒന്നിനോട് അതിനെ ബന്ധിപ്പിക്കുക, അതാണ് സീഗയുടെ മദ്ലൂല്. ആ മദ്ലൂലാണ് ഇവിടെ ഷർത്തി ഷർത്തു നഫ്സ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നത്. അഷർത്തു എന്നാൽ ഷർത്ത് എന്ന് പറഞ്ഞാൽ ബിമാന ഷൈഇൽ മുസ്തരിത്തി ഷർത്താക്കുന്ന ഒരു വസ്തു എന്ന അർത്ഥത്തിന് ഷർത്ത്. കാരണം എന്താ അങ്ങനെ പറയാൻ? ലിഅന്നഹുല്ലദീ യൽസമു അദമുഹുൽ അദമു അത് ഇല്ലാതെ വരുമ്പോൾ മറ്റത് ഇല്ല എന്നുള്ള നിർബന്ധമായിട്ട് വരും. അപ്പൊ അത് ഉണ്ടാവല്ല ഷർത്താക്കുന്ന വസ്തുവാണ് ഇത് എന്നർത്ഥം. അങ്ങനെ ആവട്ടെ ഷർത്ത് എന്ന് പറഞ്ഞാൽ എന്ത്? അതിന്റെ ആ നഫ്സ് തന്നെ ഉദ്ദേശിക്കുന്നത് മാ യൽസമു മിൻ അദമിഹി അൽ അദമു ഷർത്ത് ഇല്ല എങ്കിൽ ജവാബ് ഇല്ല എന്നുള്ള ലാസിമായിട്ട് വരും. മാ ഒന്നാണ്, യൽസമു മിൻ അദമിഹി ആ ഒന്ന് ഇല്ലാതിരുന്നാൽ അല്ലദമു ഇല്ല എന്നുള്ള ലാസിമാവും. അപ്പൊ ഷർത്ത് ഇല്ലാതിരുന്നാൽ ജവാബ് ഉണ്ടാവില്ല. വലാ യൽസമു മിൻ വുജൂദിഹി വുജൂദുൻ വലാ അദമുൻ ലിദാതിഹി ഷർത്ത് ഉണ്ടായി എന്ന് വെച്ചാൽ അതിനാൽ ലാസിമാവൂല ജവാബ് ഉണ്ടാവണം അല്ലെങ്കിൽ ജവാബ് ഇല്ലാതിരിക്കണം എന്നുള്ളത് ഷർത്തിന്റെ ദാത്തിന് വുജൂ നിർബന്ധമില്ല. ഇല്ല എങ്കിൽ ഇല്ല എന്നുള്ളത് ലാസിമ്. ഇവിടെ 3 ഖൈദാണ് മുസന്നിഫ് കൊടുത്തത്. ഇഹ്തറസ ബിൽ ഖൈദിൽ അവൽ ഒന്നാമത്തെ ഖൈദ് കൊണ്ട് മുസന്നിഫ് സൂക്ഷിച്ചു. ഏതാ ഒന്നാമത്തെ ഖൈദ്? യൽസമു മിൻ അദമിഹി അൽ അദമു എന്നതാണ്. അതെന്തിനെ തൊട്ട് സൂക്ഷിച്ചു? മിനൽ മാനിഇ മാനിഇനെ തൊട്ട് തടസ്സം. എന്താ? ഫഇന്നഹു ലാ യൽസമു മിൻ അദമിഹി ഷൈ മാനിഇ ഇല്ല എന്നതിനാൽ മറ്റൊരു വസ്തു ഇല്ല എന്നുള്ള ലാസിമാകൂല. അതുകൊണ്ടാണ് മാനിയിനെ തൊട്ട് യൽസമു മിൻ അദമിഹി അൽ അദമു എന്ന ഖൈദ് കൊണ്ട് സൂക്ഷിച്ചത്. വബിസ്സാനി രണ്ടാമത്തെ ഖൈദ് ലാ യൽസമു മിൻ വുജൂദിഹി വുജൂദുൻ വലാ അദമുൻ ഇത് ഉണ്ടായതിനാൽ മറ്റൊന്ന് ഉണ്ടാവുക ഇല്ലാതിരിക്കുക എന്നുള്ള ലാസിമാകൂല.
ഇതാണ് രണ്ടാമത്തെ ഖൈദ്. ഈ ഖൈദ് കൊണ്ട് സൂക്ഷിച്ചു മുസന്നിഫിനെ സബബിനെ തൊട്ട് കാരണം. ഫൈന്നഹു എന്താ സബബ് തന്നെ കാരണം എന്നാണല്ലോ. ആ സബബ് യൽസമു മിൻ വുജൂദിഹിൽ വുജൂദു, സബബുണ്ടായാൽ മുസബ്ബബ് ഉണ്ടാവണം. സബബുണ്ടായാൽ മുസബ്ബബ് ഉണ്ടാവണം, അത് നിർബന്ധമാണ്. അവിടെ പറഞ്ഞ രണ്ടാമത്തെ ഖൈദുകൊണ്ട് എന്താ, ഷർത്തുണ്ടായാൽ അതിന്റെ ജവാബോ ഉണ്ടാവൽ അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കൽ ലാസിമില്ല എന്നാ. സബബിനെ തൊട്ട് സൂക്ഷിക്കുമ്പോൾ സബബുണ്ടായാൽ മുസബ്ബബ് ഉണ്ടാവണം, അത് നിർബന്ധ. ഒബിസാലിസി മൂന്നാമത്തെ നിബന്ധന ലിദാത്തിഹി എന്നാ പറഞ്ഞത്. ആ ലിദാത്തിഹി എന്ന് പറയുന്ന ഖൈദ് കൊണ്ട് മുസന്നിഫ് സൂക്ഷിച്ചു മിൻ മുഖാറനത്തി ഷറത്തി ലി സബബി, ഷറത്തിന്റെ ദാത്തല്ല, ഷറത്ത് സബബിനോട് അന്വരിച്ചു വരിക. ഇങ്ങനെ അന്വരിച്ച് വന്നാൽ ഫയൽസമുൽ വുജൂദു, അപ്പൊ സബബിനോട് അന്വരിച്ചു വരുന്ന ഷർത്തുണ്ടായാൽ അതിന്റെ ജവാബ് ഉണ്ടാവാൻ നിർബന്ധമാണ്. അതിനിപ്പോ നമുക്ക് ഉദാഹരണമായിട്ട് ഇപ്പൊ എന്തു പറയാം, അതിന്റെ ഉദാഹരണം ഒന്ന് നോക്കാലോ. തജിബു ഫിൽ ദഹബി വൽ ഫില്ലത്തി, സ്വർണം വെള്ളി എന്ന് പറയുന്ന ഈ നാണയത്തിൽ സക്കാത്ത് നിർബന്ധമാണ്. ഇൻ തമ്മൽ ഹൗൽ, കൊല്ലം പൂർത്തിയായാൽ. കൊല്ലം പൂർത്തിയാൽ മാത്രം പോരാ, ഇൻതമ്മൽ ഹൗൽ എന്ന് പറയുന്ന ഇൻതമ്മൽ ഹൗൽ എന്ന ഷർത്ത് എന്തിനോട് ബന്ധിച്ചു, ഇതാ മലക്കൻ നിസാബ്, കണക്ക് പൂർത്തിയായാൽ. അപ്പൊ കണക്ക് പൂർത്തിയാവുക എന്ന് പറയുന്ന സബബിനോട് ഇൻതമ്മൽ ഹൗൽ എന്ന് പറയുന്ന ഷർത്ത് അന്വരിച്ചു വന്നു. അപ്പൊ കണക്ക് പൂർത്തിയാവുക എന്ന കാരണത്തോടോട് ഷർത്ത് അന്വരിച്ചു വന്നപ്പോൾ സ്വർണത്തിലും വെള്ളിയിലും എന്തായി, സക്കാത്ത് നിർബന്ധമായി. അതാണ് മുസന്നിഫ് അവറുകൾ കവുജൂദിൽ ഹൗലില്ലദി ഹുവ ഷർത്തു ലിവുജൂബി സക്കാത്തി മഅൻ നിസാബില്ലദി ഹുവ സബബു ലിൽ വുജൂബ്, സക്കാത്ത് നിർബന്ധമാവാനുള്ള കാരണമാകുന്നു നിസാബ് ഉണ്ടാവുക എന്നുള്ളത്. ആ നിസാബോടുകൂടി സക്കാത്ത് നിർബന്ധമാവാനുള്ള ഷറത്താകുന്നു കൊല്ലം പൂർത്തിയാവുക എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ ഷറത്ത് സബബിനോട് അന്വരിച്ചു വന്നു. അതിനെ തൊട്ട് കാക്കുവാൻ വേണ്ടിയാണ് മുസന്നിഫ് അവറുകളിൽ ദാത്ത് എന്ന് കൊടുത്തത്. അപ്പോ ദാത്തിന് വേണ്ടി ജവാബ് ഉണ്ടാവുക ഉണ്ടാവാതിരിക്കുക, ഷറത്ത് ഉണ്ടാവല്ല ലാസിമാവൂല എന്നും ഷറത്ത് ഇല്ല എങ്കിൽ ജവാബ് ഇല്ല എന്നതും ലാസിമാകും. ഇതാണ് ഷർത്ത്. വമിൻ മുഖാറനത്തിഹി ലിൽ മാനിഇ, സബബിനോട് മാത്രമല്ല ഷറത്ത് ഒരു മാനിയനോട്, ആ ഒരു മാനിയനോട് അന്വരിച്ചു വരുന്നേയും തൊട്ടും മുസന്നിഫ് സൂക്ഷിച്ചു ലിദാത്തിയതുകൊണ്ട്. ഉദാഹരണമായി പറഞ്ഞാല് എന്താ അതിന്റെ ഉദാഹരണം നോക്കുക. ഇവിടെ പറഞ്ഞത് എന്താണെന്നറിയോ, കദ്ദൈനി അലൽ ഖൗലി ബി അന്നഹു മാനിഉം മിൻ വുജൂബി സക്കാത്തി, സക്കാത്ത് നിർബന്ധമാവലിനെ തൊട്ടുള്ള തടസ്സമാണ് ഒരഭിപ്രായം അനുസരിച്ച് കടം. അപ്പൊ കടം എന്ന് പറയുന്ന മാനിഅനോട് ഷർത്ത് വന്നു. ഘടം എന്ന് പറയുന്ന മാനിഅനോട് ഷർത്ത് അന്വരിച്ചു വന്നപ്പോൾ അവിടെ എന്തായി, സക്കാത്ത് നിർബന്ധമാവുക എന്നുള്ളത് ഇല്ലാതെയായി. ഇതിനെ തൊട്ട് സൂക്ഷിച്ചു. ഫയൽസമുൽ അദ്മു, അപ്പോഴെന്തായി, ഇവിടെ ഇല്ലാതിരിക്കൽ സക്കാത്ത് നിർബന്ധമാവാതിരിക്കുക എന്നുള്ള ലാസിമായി ഇവിടെ തടസ്സമുണ്ടായപ്പോൾ ഫലുസൂമുൽ വുജൂദി വൽ അദ്മി ഫി ദാലിക എന്ന് പറഞ്ഞാൽ അൽ മദ്കൂരി മിനൽ മുഖാറനത്തൈനി, സബബിനോട് ഷർത്ത് അന്വയിച്ചു വരിക എന്നുള്ളതാണല്ലോ ആദ്യത്തെ ഒന്നാമത്തേതില്. അതിൽ എന്താവാ ജവാബുണ്ടാവൽ ലാസിമാണ്. രണ്ടാമത്തത് എന്താ, മാനി അല്ലേ, മാനി അതിനോട് ഷർത്ത് അന്വരിച്ചു വന്നു. മാനി അതിനോട് ഷർത്ത് അന്വരിച്ചു വന്നപ്പോൾ അവിടെ എന്താണ്, മാനി ഉണ്ടായപ്പോൾ ജവാബ് ഇല്ലാതിരിക്കലാണ് വാജിബ്, ലാസിമാണ്. ലാലിദാത്തി ഷർത്തി, അതുണ്ടായ ഷർത്തിന്റെ ദാത്തിന് വേണ്ടിയല്ല എന്നാ. അപ്പോ ലിദാത്തി ഷർത്തി എന്ന് പറഞ്ഞിടത്ത് റാജിഉൻ ലിൽ ജുംലത്തി സാനിയ ദൂരൽ അവലി ദൂരൽ ഊല, ഒന്നാമത്തെ ജുംല കൂടാതെ രണ്ടാമത്തെ ജുംലയിലേക്കാണ് ഈ പറഞ്ഞതൊക്കെ മടങ്ങുക. ദാത്തിന് വേണ്ടി, ഷർത്തിന്റെ ദാത്തിന് വേണ്ടിയല്ല എന്ന് പറഞ്ഞത് റാജുലിൽ ജുംലത്തി സ്ഥാനിയ,
രണ്ടാമത്തെ ജുംലയിലേക്ക് മടങ്ങുന്നതാണ്, ഒന്നാമത്തെ ജുംലയിലേക്ക് വരില്ല. 2 ജുംല ഉണ്ടാവുമെന്നല്ലേ? കഴിഞ്ഞു. ഇനി സുമ്മ ഹുവ എന്ന് പറഞ്ഞാൽ ഏതാ നമ്മൾ മനസ്സിലാക്കുക? അതായത് അശ്ശർതു മിൻ ഹൈസു ഹുവൽ ലശ്ശർത്തുൽ മുഖസ്സിസു ബിഖരീനത്തിൻ ആഖറ എന്ന ഷറത്താണ് എന്ന ഹൈസിയത്തിൽ കൂടെ ഷറത്ത്, അല്ലാതെ മറ്റൊരു ഖരീനത്ത് കൊണ്ട് തഖ്സീസാകുക എന്നൊരു ഷറത്തുണ്ട്, അതല്ല. അഷർത്തല്ല, ഷറത്താണ് എന്ന ഹൈസിയത്തിൽ കൂടെ ഷറത്ത് അഖ്ലിയുൻ, അത് അഖ്ലിയായിട്ട് വരാം. ഉദാഹരണം കൽ ഹയാത്തി ലിൽ ഇൽമി, അറിവിനെന്ത് വേണം? ജീവൻ ഷറത്ത, അല്ലെങ്കിൽ അറിവുണ്ടാവില്ലല്ലോ. അറിവുണ്ടാണ് ജീവൻ വേണ്ടേ, അപ്പോഴല്ലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത് അഖ്ലിയായ ഷർത്താ. വശറഇയ്യുൻ, ശറഇയ്യായിട്ടും വരാ ഷർത്ത്. ഏതുപോലെ? കത്വഹാറത്തി ലിസ്വലാത്തി, നിസ്കരിക്കുവാൻ ഷർത്താണല്ലോ ശുദ്ധി. ചെറുതും വലുതുമായ ശുദ്ധിയെ തൊട്ടും നജസിനെ തൊട്ടും ശുദ്ധിയാവണം, എന്നെങ്കിലേ നിസ്കാരം ശരിയാവുകയുള്ളൂ. അപ്പൊ ത്വഹാറത്ത് സലാത്തിലുള്ള ഷർത്താണ് എന്നത് അഖ്ലിയല്ല, അത് ശറഇ നിശ്ചയിച്ച ഷർത്താണ്. ആദിയുൻ, ആദിയായ ഷർത്ത് വരാം. ഏതുപോലെ? മാളിയുടെ മുകളിലേക്ക് കയറാൻ കോണിയെ നാട്ടിവെക്കുക എന്നുള്ളത് ഷർത്ത് തന്നെയാ. അത് ശറഇയോ അഖ്ലിയോ അല്ല, ആദിയായ ഷർത്താണ്. വലുഗവിയുൻ, ലുഗവിയായ ഷർത്തും വരാം. ലുഗവിയായ ഷർത്ത് അൽ മുഖസ്സിസു, അതാണ് ഇവിടെ തഖ്സീസാക്കുന്നത്, അതാണ് തഖ്സീസിന്റെ ഷർത്ത്. അത് ഏതുപോലെ? കവാഫി അഖിരിം ബനി തമീമിൻ ഇൻജാഊ എന്ന, ബനി തമീംകാരെ നീ ബഹുമാനിക്കണം അവര് വന്നാൽ. ഇവിടെ ഇൻജാഊ എന്ന് പറയുന്നൊരു ഷർത്തുണ്ട്, ഇത് ലുഗവിയായ ഷർത്താണ്. അപ്പോ അൽ ജാഈന മിൻഹും, ബനി തമീംക എന്ന് വന്നവരെ നീ ബഹുമാനിക്കണം. അപ്പൊ ഫയൻ അജ്മുൽ ഇക്റാമുൽ മഅ്മൂറു, ബഹുമാനിക്കണം എന്ന് പറയുന്ന കൽപ്പിക്കപ്പെട്ട ഇക്റാം ഇല്ലാതെയാകും. ബിൻഇദാമിൽ മജീഇ, വരിക എന്നത് ഇല്ലെങ്കിൽ കൽപ്പനയുള്ളതായ ഇക്റാം ഇല്ലാതെയാകും. വയൂജദു ബിവുജൂദിഹി ഇദം സദറൽ അംറ, കൽപ്പനക്ക് വഴങ്ങിയാൽ വരിക എന്നത് ഉണ്ടായാൽ പിന്നെന്തുണ്ടാകും? കൽപ്പിക്കപ്പെടുന്നതായ ഇക്റാം അവിടെ ഉണ്ടാകും. ഇതാണ് ലോവിയായ ഷർത്ത്. ആ ലോവിയായ ഷർത്ത് ഇതെല്ലാം തത്തുൽ അംറു എന്നുള്ളടത്ത് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് മനസ്സിലാക്കാനുള്ളത്? വരിക എന്നുള്ളത് എന്താണ്? വെറും ഷർത്താണ് എന്ന് വ്യക്തമാക്കി തന്നു. എങ്ങനെ? ലാ യൽസമു മിൻ വുജൂദിഹി വുജൂദുൽ മശ്റൂത്ത്, ആ വരിക എന്ന് പറയുന്ന ഷറത്ത് ഉണ്ടായാൽ തന്നെ മശ്റൂത്ത് ഉണ്ടാവൽ നിർബന്ധമില്ല. അൽ ഇക്റാം, ഇവിടെ അതാ മശ്റൂത്ത് ബഹുമാനിക്കുക എന്നുള്ളതാണ്, വരിക എന്നുള്ളതാണ് ഷർത്ത്. വഇന്ന വുജൂദൽ ഇക്റാമി, ബഹുമാനം ഉണ്ടാവുക എന്നുള്ളത് ഇന്നമായ തറത്തബു അലൽ മജീഇ, അത് വരിക എന്നതിന്റെ മേൽ തർത്തീബായി വരുന്ന ഒന്നാണ്. വന്നാൽ ബഹുമാനിക്കുക, അപ്പൊ വരണം. വന്നാൽ ബഹുമാനമുണ്ടാകും. എപ്പോ? ഇദല്ലമ്മ ഇലൽ മജീഇ, വരലേക്ക്. അൽ ഇംതിസാലു, അനുസരിക്കുക, വഴിപ്പെടുക എന്നത് കൂട്ടണം. അക്കിരിം എന്ന് പറയുന്നത് കൽപ്പനയാണ്, ആ കൽപ്പനക്ക് വഴങ്ങണം. അപ്പോൾ അവിടെ വരണം. വന്നു കഴിഞ്ഞാൽ കൽപ്പനക്ക് വഴങ്ങി, ഈ കൽപ്പനക്ക് വഴങ്ങിക്കൊണ്ട് വരുമ്പോൾ അവിടെ ബഹുമാനമുണ്ടാകും. വമഅലൂമുൻ, അറിയപ്പെട്ടതാണല്ലോ, അന്നൽ ഇംതിസാല ഖാരിജുൻ അനിശ്ശർത്തി, ഇംതിസാല് വഴങ്ങുക എന്ന് പറയുന്ന കൽപ്പനയുണ്ടല്ലോ, അത് ഷർത്തിനെ തൊട്ട് പുറത്താണ്. വരിക എന്നുള്ള ഷർത്തുമായി അത് ബന്ധമില്ല. അപ്പൊ ഫലം യൽസം മിൻ വുജൂദി ഷർത്തി, വരിക എന്ന ഷർത്ത് ഉണ്ടായാൽ വുജൂദുൽ മശ്റൂത്തി, ബഹുമാനിക്കുക എന്ന ഷർത്ത് ഉണ്ടാവൽ ലാസിമില്ല. എപ്പോഴല്ലാതെ? ഹത്താ യതഹഖഖ മഅന സബബിയ്യത്തി, സബബിയത്തിന്റെ അർത്ഥം അവിടെ തഹഖുഖാവണം. സബബിയത്തിന്റെ അർത്ഥം എന്താ? വരിക. വരിക എന്നൊരൊറ്റ കാരണമല്ല, അവിടെ കൽപ്പനക്ക് വഴങ്ങുക എന്നുള്ള കാരണമുണ്ട്. ആ കൽപ്പനക്ക് വഴങ്ങുക എന്ന കാരണം ഉറപ്പാവണമെങ്കിൽ അതുണ്ടാകുമ്പോഴേ മശ്റൂത്തുണ്ട്, ഷർത്തുണ്ടാവുമ്പോൾ ലാസിമാവുകയോ അല്ലെങ്കിൽ ഇല്ല.
ഇതാണ് ലുഗവിയായിരിക്കുന്ന ഷറത്തിന്റെ കോലം. ഇദർത്തദൽ അംറി എന്ന് പറഞ്ഞ് വിശദീകരിച്ചത്. ആവട്ടെ ബഹുവായ ഷറത്തുൽ മുഖസ്സിസോ ആമിനെ തഖ്സീസാകുന്ന ഷറത്തുണ്ടല്ലോ, അത് ഏതുപോലെയാണെന്നറിയോ? കൽ ഇസ്തിസ്നാഇ, നമ്മൾ പറഞ്ഞ ഇസ്തിസ്ന പോലെയാണ്. എന്തിനാൽ? ഇത്തിസാലൻ, ചേർന്ന് വരലിനാൽ, അല്ലെങ്കിൽ ചേർന്ന് വരുന്ന വിഷയത്തിൽ. അപ്പൊ എന്തായി? ഷറത്ത് ഇത്തിസാലാവുക എന്നുള്ളത് ഇസ്തിസ്ന ഇസ്തിസാലാവുന്നത് പോലെയാണ് എന്നായി. അപ്പൊ ഫബീവുജൂബിഹി, ഇത്തിസാൽ നിർബന്ധമാകുന്നതിലുണ്ട്. ഹുന ഷറത്തിന്റെ ബാബിൽ അൽ ഖിലാഫുൽ മുതഖദ്ദിമു, മുമ്പ് പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ ഇവിടെ വരും. അൽ അസഹി അൽ ആതി, ഖിലാഫ് അസഹ് പ്രകാരം വരുന്നുണ്ട്. ആ ഖിലാഫ് വരുമെന്ന അസഹ് പ്രകാരം മുമ്പ് പറഞ്ഞ ഖിലാഫൊക്കെ ഇവിടെ വരും. എന്താ അങ്ങനെ വരുമെന്ന് പറയാൻ കാരണം? ലിമാ തഖദ്ദമ മിൻ അന്ന അസ്ലഹു ഫി ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്നതിലാണ് ഖിലാഫിന്റെ അടിസ്ഥാനം എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വഹുവ, ഈ ഇൻഷാ അല്ലാഹ് എന്നുള്ളതാണെങ്കിലോ സീഗത്തു ഷർത്തിൻ, ഷറത്തിന്റെ സീഗയാണ്. അവിടെയാണ് ഖിലാഫ് വന്നത്. അപ്പോൾ ആ ഖിലാഫൊക്കെ ഈ ഷറത്തിലും വരും, ഇത്തിസാലാവ് എന്ന വിഷയത്തിൽ. എങ്കിൽ അസഹിന്റെ നേരെ അഭിപ്രായം എന്താ? അസഹ് പ്രകാരം ഖിലാഫ് വരാമെന്ന. അസഹിന്റെ നേരെ എതിര് പറയുന്നത് ഖീൽ യജിബ് ഇത്തിസാലു ഷർത്തെ, ഷർത്ത് മുത്തസിലായി വരണം എന്നുള്ളത് നിർബന്ധമാണ്. ഇത്തിഫാഖൻ, അവിടെ അഭിപ്രായമില്ല എന്നാണ്. അലൈഹി, ഇതിന്റെ മേലാണ് ഇഖ്തസറൽ മുസന്നിബ് ചുരുക്കി പറഞ്ഞത്. ഫീ ശറഹിൽ മിൻഹാജി, ശറഹ് മിൻഹാജിൽ അങ്ങനെ ചുരുക്കി. എവിടെ? ഹൈസു ഖാല ലാ നഅലമു ഫീ ദാലിക നിസാഅൻ, ഷർത്ത് ഇത്തിസാലായി വരിക എന്നുള്ളതിൽ ഒരു തർക്കത്തെക്കുറിച്ച് നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മഹാൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിടത്ത് ശറഹുൽ മിൻഹാജിൽ ഇത്തിഫാഖൻ എന്ന് പറഞ്ഞ ആ ഖീലയുടെ മേലിൽ ചുരുക്കി നിർത്തിയിരിക്കുകയാണ് മുസന്നിഫ്. ഇതാണ് നമ്മൾ ഇന്നത്തെ 12ാമത്തെ ജമ്മിന്റെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പൊ 2ാമത്തത് തഖ്സീസാകുന്ന ഷർത്താകുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളെ ഇപ്പോൾ നമ്മൾ നടത്തിയത്. ഇത് അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ, ബർക്കത്തും റഹ്മത്തും നൽകട്ടെ. നാഫിയായ ഇൽമ് ഇനിയും പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കെല്ലാവർക്കും റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും ദുആ ഇരക്കുന്നുണ്ടെന്ന വിശ്വാസത്തോടുകൂടെയും ദുആ ഇരക്കണം എന്ന വസിയത്തോടുകൂടെയും ഈ ക്ലിപ്പ് ഇതാ ഈ ഗ്രൂപ്പിലേക്ക് ഞാൻ വിടുകയാണ്. അള്ളാഹുവിന്റെ മഹല്ലായ ഫദ്ല് കൊണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.